ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലൂടെയുള്ള യാത്രാവിശേഷങ്ങളാണ്. 24 കോടിയിലധികം ജനസംഖ്യയുണ്ട് ഉത്തർപ്രദേശിൽ. പാകിസ്ഥാനേക്കാൾ കൂടുതൽ ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ആഘോഷം നടക്കുമ്പോൾ ഒരു ദിവസത്തെ കച്ചവടമാണ് തറവാടക കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കൂടുതൽ പൈസ വാങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ കുറച്ച് ദിവസങ്ങൾ ചെലവഴിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ കൂടുതൽ പൈസയൊന്നും ആരും വാങ്ങുന്നില്ല. കുംഭമേളയിൽ പങ്കെടുത്തപ്പോൾ സൗജന്യ താമസം, ഭക്ഷണം എന്നിവയെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചു. വാരാണസിയിൽ 500 രൂപയ്ക്ക് താമസ സൗകര്യവും കിട്ടി. 10 രൂപയ്ക്ക് ചായ, 10 രൂപയ്ക്ക് കടി. അതോടൊപ്പം ബൈക്ക് ടാക്സിയിലോ ടാക്സിയിലോ റിക്ഷയിലോ ഓട്ടോയിലോ ഒക്കെ ഗ്രൂപ്പായി കുറഞ്ഞ പൈസയ്ക്ക് യാത്ര ചെയ്യാം. UP ചീഫ് മിനിസ്റ്ററായ യോഗി ആദിത്യനാഥ് ജിക്ക് ഒരു ബിഗ് സല്യൂട്ട്. കോടിക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തിയിട്ടും ഇത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തതിന് ഒത്തിരി സ്നേഹം. ഇവിടുത്തെ പോലീസും ഉദ്യോഗസ്ഥരും നാട്ടുകാരും കച്ചവടക്കാരും സംഘടനകളും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ, തിരക്കുണ്ടെങ്കിൽ കൂടെ അതിനെ ഒരു താളത്തിൽ, അതിനെ ഒരു സന്തോഷത്തിൽ സ്വീകരിച്ച് ഈ തെരുവിലൂടെ ഞങ്ങൾ ഒത്തിരി ദൂരം നടന്ന് മണികർണിക ഘട്ടും അതിനോടനുബന്ധിച്ച് ഗംഗാ നദിയിലെ ബോട്ട് യാത്രയും എല്ലാം നടത്തി ഒത്തിരി സന്തോഷത്തോടെ ഈ ദിവസങ്ങൾ പിന്നിട്ടു. ഇതിനെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയ യോഗി ആദിത്യനാഥ് ജിക്കും ടീമിനും ഒരു ബിഗ് സല്യൂട്ട് നൽകാതെ ഇവിടുന്ന് പടിയിറങ്ങുന്നത് ശരിയല്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. കോടാനുകോടി ജനങ്ങൾ ഉത്തർപ്രദേശിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ കൂടുതൽ പൈസയൊന്നും വാങ്ങിക്കാതെ, ആരെയും കബളിപ്പിക്കുന്നുണ്ടോ എന്ന് വ്യക്തമായ കാഴ്ചപ്പാടുകളിലൂടെ നോക്കി വിലയിരുത്തി അധികം അപകടങ്ങളൊന്നും വരുത്താതെ ഒരു വലിയ പ്രോഗ്രാം ഗംഭീരമായി വിജയിപ്പിക്കുവാൻ യോഗി ആദിത്യനാഥ് ജിക്കും ടീമിനും സാധിച്ചു. അതിന് ബിഗ് സല്യൂട്ട് വീണ്ടും പറയുകയാണ്. സ്നാനം കഴിക്കുന്ന ഭാഗത്തെല്ലാം പോലീസിൻ്റെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. ബോട്ടിൽ അവർ കാത്തിരിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ വെള്ളത്തിൽ മുങ്ങുകയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയോ ചെയ്താൽ രക്ഷപ്പെടുത്താൻ വേണ്ടി. അതുപോലെ മണികർണിക ഘട്ടിലേക്കും ആളുകളിങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ക്രമസമാധാനം വളരെ നല്ല രീതിയിൽ പാലിക്കപ്പെടുന്നുണ്ട്. അവിടുന്ന് ബോട്ട് യാത്രയിലേക്ക് പോയ സമയത്തും ഒരാളോട് 100 രൂപ വീതം മാത്രമേ വാങ്ങിയുള്ളൂ. ഒത്തിരി ദൂരം യാത്ര ചെയ്യാൻ സാധിച്ചു. എന്തുകൊണ്ടും കോടാനുകോടി ജനങ്ങൾ ഒഴുകിയെത്തിയ ഈ വലിയ ആഘോഷം 144 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള എന്ന് പറയുന്ന ഈ വലിയ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എനിക്കും അപ്പൂസിനും ഭാഗ്യം കിട്ടി. ഉത്തർപ്രദേശിലെ നല്ല സിസ്റ്റം, നല്ലവരായ പോലീസ്, നല്ലവരായ നാട്ടുകാർ, അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടാതെ ഞങ്ങൾ കരുതി വന്ന ചെറിയ ബഡ്ജറ്റിൽ തന്നെ ഈ യാത്ര പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. മനസ്സ് വാരാണസിയിൽ നിന്ന് തിരിച്ചു പോരുന്നില്ല. എന്തോ ഒരു അദൃശ്യ ശക്തി സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നമ്മളിവിടെ എത്തിക്കുകയാണ്, ഇവിടെ പിടിച്ചു നിർത്തുകയാണ്. ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി ഉത്തർപ്രദേശുകാരോട്, യോഗി ആദിത്യനാഥ് ജിയുടെ ടീമിനോട്. ചിരിച്ച മുഖവുമായി, യാതൊരു കോപവുമില്ലാതെ നന്നായി സ്നേഹിച്ച, നന്നായി കരുതിയ, നന്നായി ഇടപെട്ട ഉത്തർപ്രദേശുകാരോട്, അവരുടെ ടീം ലീഡറായ യോഗി ആദിത്യനാഥ് ജിയോട് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് അടുത്ത ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ബി ഹാപ്പി.